ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. പ്രിയപ്പെട്ട കുട്ടികളെ, 3-ാം ക്ലാസ്സിലെ തജ്വീദുൽ ഖുർആനിലെ 2-ാമത്തെ പാഠം അൽ വഹദത്തുസ്സാനിയ ആദാബുത്തിലാവ, ഓത്തിൻ്റെ മര്യാദകൾ. ഇനി നമുക്ക് പാഠം വായിക്കാം. ഖുർആൻ അല്ലാഹു തആലയുടെ കലാമാണ്. അത് പാരായണം ചെയ്യുന്നതിന് ധാരാളം അദബുകളുണ്ട്. അദബുകൾ പാലിച്ച് ഓതിയാൽ മാത്രമേ പൂർണ്ണമായ പ്രതിഫലം ലഭിക്കുകയുള്ളൂ. അദബുകളിൽ പ്രധാനപ്പെട്ട ചിലത് നമുക്ക് പഠിക്കാം. അല്ലാഹു തആലയുടെ കലാമാണ് പരിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ പാരായണം ചെയ്യുന്നതിന് ധാരാളം അദബുകളുണ്ട്, മര്യാദകളുണ്ട്. ഈ അദബുകൾ പാലിച്ച് ഓതിയാൽ മാത്രമേ പൂർണ്ണമായ പ്രതിഫലം ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് എന്തൊക്കെയാണ് അദബുകൾ എന്ന് നോക്കാം. 1. മിസ്വാക്ക് ചെയ്ത് വായ വൃത്തിയാക്കുക. മിസ്വാക്ക് ചെയ്ത് വായ വൃത്തിയാക്കുക. 2. വുളൂ ഉണ്ടായിരിക്കുക. 3. കിബിലക്ക് തിരിഞ്ഞിരിക്കുക. 4. മുസഫ് ഉയരമുള്ള സ്ഥലത്ത് വെക്കുക. മുസഫ് നമ്മൾ ഇരിക്കണേക്കാളും കുറച്ചും കൂടി ഉയരമുള്ള സ്ഥലത്ത് വെച്ചിട്ടാണ് ഓതാൻ പാടുള്ളൂ. 5. വസ്ത്രവും സ്ഥലവും വൃത്തിയുള്ളതായിരിക്കുക. വസ്ത്രവും സ്ഥലവും നജസിൽ നിന്ന് ശുദ്ധിയുള്ളതായിരിക്കണം. 6. തുടക്കത്തിൽ ഔദു ബിസ്മി എന്നിവ ഓതുക. 7. ഭക്തിയോടെ സാവധാനത്തിൽ ഓതുക. 8. സജദയുടെ ആയത്ത് ഓതിയാൽ സുജൂദ് ചെയ്യുക. ഖുർആനിൽ സജദയുടെ ആയത്തുണ്ട്. ആ ആയത്ത് ഓതിക്കഴിഞ്ഞാൽ അവിടെ സുജൂദ് ചെയ്യേണ്ടതാണ്. 9. സംസാരം ഉപേക്ഷിക്കുക. ഖുർആൻ ഓതുന്ന സമയത്ത് സംസാരിക്കാൻ പാടില്ല. 10. ഓത്ത് അവസാനിച്ചാൽ സ്വദഖല്ലാഹുൽ അലീം എന്ന് ചൊല്ലുക. ഖുർആൻ ഓത്ത് അവസാനിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഖുർആൻ നിർത്തുന്ന സമയത്ത് സ്വദഖല്ലാഹുൽ അലീം എന്ന് ചൊല്ലുക. 11. ഖത്മ് ചെയ്താൽ ദുആ ചെയ്യുക. ഖത്മ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഖുർആൻ പൂർണ്ണമായി ഓതുക. 30 ജുസും കഴിഞ്ഞ് കഴിഞ്ഞാൽ ദുആ ചെയ്യുക. ഖുർആൻ അതിൻ്റെ ഹക്ക് പ്രകാരം പാരായണം ചെയ്യാൻ അല്ലാഹു തആല നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. ആമീൻ. ഖുർആൻ ഖത്മ് ഓതുക എന്ന് പറഞ്ഞാൽ ഖുർആൻ്റെ 30 ജുസും പൂർണ്ണമായി ഓതുക. ഖുർആൻ അതിൻ്റെ ഹക്ക് പ്രകാരം പാരായണം ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ. ഖുർആൻ ഓതുന്നതിൻ്റെ മര്യാദകളാണ് പഠിച്ചത്. ഈ 11 മര്യാദകൾ നന്നായി മനസ്സിലാക്കുക. ഇനി നമുക്ക് തദ്രീബാത്ത് നോക്കാം. 1. നഖ്റ, സജദ, സുജൂദ്, ഖത്മ്, ഖുർആൻ മുഴുവൻ ഓതി പൂർത്തിയാക്കൽ. അദബ്, മര്യാദ. മിസ്വാക്ക് ചെയ്യുക, ബ്രഷ് ചെയ്യുക. 2. നുബയ്യിൻ, അതിന് വിശദീകരിച്ച് എഴുതാം. ഔദു ബില്ലാഹി മിനശ്ശൈത്വാനി റജീം. 2. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 3. ഖിബ്ല, മക്കയിലുള്ള കഅബയാണ് നമ്മുടെ ഖിബ്ല. അടുത്തത് നുഇദു 5 അസ്ഇലത്തിൻ മാ അജ്വിബത്തിഹ. അതിലൊന്നാമത്തെ അത് 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക, അതിൻ്റെ ആൻസർ എഴുതുക. 5 ക്വസ്റ്റ്യൻസ് പാഠത്തിൽ നിന്ന് ഉണ്ടാക്കുക, അതിൻ്റെ ആൻസറും എഴുതാം. ഒന്നാമത്തെ നമുക്ക് ഇങ്ങനെ എഴുതാം. അള്ളാഹുവിൻ്റെ കലാമാണ് എന്ത്? ഉത്തരം വിശുദ്ധ ഖുർആൻ. 2. എവിടേക്ക് തിരിഞ്ഞാണ് ഓതേണ്ടത്? അതിൻ്റെ ഉത്തരം കിബിലയിലേക്ക്. 3. എവിടെയാണ് മുസഫ് വെക്കേണ്ടത്? ഉത്തരം ഉയരമുള്ള സ്ഥലത്ത്. 4. എങ്ങനെയാണ് ഖുർആൻ ഓതേണ്ടത്? ഉത്തരം ഭക്തിയോടെ സാവധാനം. 5. ഓത്ത് അവസാനിപ്പിച്ചാൽ എന്ത് ചെയ്യണം, എന്ത് ചൊല്ലണം? അതിൻ്റെ ഉത്തരം സ്വദഖല്ലാഹുൽ അലീം. ഇനി അടുത്തത് 4-ാമത്തെ നുജിബ്, ഉത്തരം എഴുതുക. ഖുർആൻ പാരായണത്തിൻ്റെ പ്രധാന അദബുകൾ ഏതെല്ലാം?
1 മിസ്വാക്ക് ചെയ്ത് വായ വൃത്തിയാക്കുക. 2 ഉളു ഉണ്ടായിരിക്കുക. 3 കിബിലക്ക് തിരിഞ്ഞിരിക്കുക. 4 മുസഫ് ഉയരമുള്ള സ്ഥലത്ത് വെക്കുക. 5 വസ്ത്രവും സ്ഥലവും വൃത്തിയുള്ളതായിരിക്കുക. 6 തുടക്കത്തിൽ ഔദു ബിസ്മി ഓതുക. 7 ഭയഭക്തിയോടെ സാവധാനത്തിൽ ഓതുക. 8 സജദയുടെ ആയത്ത് ഓതിയാൽ സുജൂദ് ചെയ്യുക. 9 സംസാരം ഉപേക്ഷിക്കുക. 10 ഓത്ത് അവസാനിച്ചാൽ സദഖല്ലാഹുൽ അലീം എന്ന് ചൊല്ലുക. 11 ഖത്മ് ചെയ്താൽ ദുആ ചെയ്യുക. അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സജദയുടെ ആയത്തുകളുള്ള 2 സൂറത്തുകളുടെ പേരെഴുതുക. സജദയുടെ ആയത്ത്, ഓത്തിൻ്റെ സുജൂദുള്ള 2 സൂറത്തുകളുടെ പേരെഴുതുക. നമുക്ക് എഴുതാം. 1 സൂറത്തുൽ അലക്ക്, 2 സൂറത്തുൻ നജ്മ്. അടുത്തത് നക്തഷിഫു. ഖുർആൻ ഖത്മ് ചെയ്താൽ നടത്തേണ്ട ദുആ കണ്ടെത്തി ചൊല്ലുക. മുസഫിൻ്റെ അവസാനത്തെ പേജിൽ ആ ദുആ കൊടുത്തിട്ടുണ്ട്. ആ ദുആ ചൊല്ലുക. അടുത്തത് തഖ്സീസ്, അസൈൻമെൻറ്റ്. നക്ര സൂറത്ത് തൂർ, സൂറത്ത് തൂർ പാരായണം ചെയ്യുക. 2 നെഹ്ഫലു സൂറത്തുൽ ഹുമസ വൽ അദ്കാറ ഫിൽ ഉളു, സൂറത്തുൽ ഹുമസ പഠിക്കുക. ഉളുവിൻ്റെ ദിക്റുകളും പഠിക്കുക. ഇതോടുകൂടി പാഠം ഇവിടെ അവസാനിക്കുന്നു. 3ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് പാഠം ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം.